കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ക്രൈസ്തവ സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ല. പക്ഷേ സഭയ്ക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. രാഷ്ട്രീയത്തെക്കുറിച്ച് സഭയ്ക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചറിവുകളുണ്ട്. അതാണ് സഭയുടെ KCBCയുടെ അധ്യക്ഷനും സിറോ മലബാർ സഭയുടെ അധ്യക്ഷനും CBCയുടെ അധ്യക്ഷനും സമയം പോലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിയും തുടരും. രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നിലപാടുകളോടുകൂടെ സഭ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനിയും അകാരണമായിട്ടും അന്യായമായിട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഇവിടെ നേരത്തെ തന്നെ പരാമർശിച്ചു കഴിഞ്ഞു. 2014 മുതലുള്ള ഇതുപോലെയുള്ള പീഡനങ്ങള് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 4624 കേസുകളാണ്. 2024 മാത്രമായിട്ട് 824 കേസുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒറ്റപ്പെട്ട കേസുകള് ഇപ്പോഴും ഒന്നിനു പുറകെ ഒന്നായിട്ട് ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ മത ഭീകര സംഘടനകളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് മുൻകൈയെടുക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആന്റി കൺവേർഷൻ ബില്ല്, അത് ഭാരതത്തിന്റെ ഭരണഘടനയിലെ മതേതരത്തിന് വിരുദ്ധമായിട്ടുള്ള ബില്ലാണ്. സ്വതന്ത്രമായിട്ട് വിശ്വാസം പ്രചരിപ്പിക്കാനും സ്വതന്ത്രമായിട്ട് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ക്രൈസ്തവന് അധികാരമുണ്ട്. ഏതൊരു പൗരനും അധികാരമുണ്ട്. ഏതൊരു ഹൈന്ദവനും ഏതൊരു മുസൽമാനും ഏതൊരു സിഖ് വിശ്വാസിക്കും അധികാരമുണ്ട്. ഭാരതത്തിൽ എവിടെയും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനുള്ള അധികാരം ഓരോ പൗരനും ഈ ഭരണഘടന നൽകുന്നുണ്ട്.